ഇറ്റ്സ് മീ ആതിര. വെൽക്കം ടു സോൾ ഓഫ് മ്യൂസിക്ക. സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ നല്ല ബിസിയാണ്. ഒന്ന് നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്നും കുറേ ദിവസമായില്ലേ, അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഒരു കുക്കിംഗ് വീഡിയോ ആണ്. നമ്മളിതേ തീ കത്തിച്ചു. മൺചട്ടിയാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു മീൻകറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. കുഴമ്പുളിയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള എൻ്റെ ഒരു സ്റ്റൈലാണ്. എൻ്റെ അമ്മയുടെ സ്റ്റൈലും കുറച്ച് മിക്സാണ് കേട്ടോ ഇത്. എൻ്റെ അമ്മയുടെ കണ്ടിട്ടാണ് മീൻകറിയൊക്കെ വെക്കാൻ പഠിച്ചത്. അതിൽ ചെറിയ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഞാൻ എൻ്റേതായ രീതിയിൽ വെക്കുവാണ്. ചട്ടി ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പെരുംജീരകമാണ് അതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഉലുവ. ഇത് രണ്ടും ഒന്ന് പൊട്ടി വരണം. കുറച്ച് ഇഞ്ചി, വളരെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ്. ഇതെല്ലാം ചതച്ചിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. കുറച്ചധികം ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. കറിക്ക് നല്ലൊരു ടേസ്റ്റായിരിക്കും. കഴിവതും മീൻ കറിയിൽ ഞാൻ ചെറിയുള്ളി തന്നെയാണ് ചേർക്കാറ്. സവാള അങ്ങനെ യൂസ് ചെയ്യാറില്ല. അതിൻ്റെ ഒരു ഷുഗറി ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല മീൻ കറിയിൽ. പിന്നെ 2 പച്ചമുളക് കൂടെ കീറിയിട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ റൂ ടേസ്റ്റൊക്കെ ഒന്ന് മാറണം, ഒന്ന് മൂത്ത് വരണം. ഇത് കറിവേപ്പിലയാണ് കേട്ടോ. ഞാനിങ്ങനെ ഞെരടിയാണ് കറിവേപ്പില ഇടാറ്. കുറച്ചും കൂടെ അതിൻ്റെ ഒരു ഫ്ലേവർ ഇങ്ങോട്ട് ഇറങ്ങി കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ച് പാകത്തിന് ഉപ്പ്. വീണ്ടും നമ്മളൊന്നും കൂടെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുന്ന വരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് വിനെഗറും കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇങ്ങനെ പേസ്റ്റ് പോലെ നമ്മൾ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. പെട്ടെന്ന് നമുക്ക് മിക്സായി കിട്ടും. നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. നന്നായിട്ടൊന്ന് കുക്കായി വരണം ഈ പൊടികളെല്ലാം. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എണ്ണ തെളിഞ്ഞ പാകം ഒന്നുമല്ല, നന്നായിട്ട് കുക്കാവുക. അതിൻ്റെ ഒരു പച്ചക്കുത്ത് അടിക്കാത്ത രീതിയിൽ പൊടികൾ നന്നായിട്ട് വേവിച്ചെടുക്കുക. ചട്ടിയിലായതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഞാൻ കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ള കുടംപുളിയാണ്. അതുകൂടെ ചേർത്ത് കൊടുക്കുക. വീണ്ടും വീണ്ടും ഇളക്കി യോജിപ്പിക്കുക. നല്ല തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള മീൻകറിയാണ് കേട്ടോ. അപ്പം അതിനായിട്ട് നമ്മൾ തേങ്ങയുടെ 2ാം പാലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ മീനിൻ്റെ ആവശ്യത്തിന്, മീൻ ഒരു മുങ്ങിക്കിടക്കുന്ന പാകത്തിന് നമുക്ക് എത്രയാണോ വേണ്ടത് ആ രീതിയിൽ നമ്മളത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇത് നന്നായിട്ട് തിളയ്ക്കണം. അതിനുശേഷം നമുക്ക് മീനിടാൻ പറ്റുള്ളൂ. അപ്പം തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഞാനിവിടെ എടുത്തിട്ടുള്ള മീൻ എന്ന് പറയുന്നത് തിരുത എന്ന് പറഞ്ഞിട്ടുള്ള മീനാണ്. ഇതിൽ പലരും കേട്ടിട്ടുണ്ടാവാം, ചിലർക്ക് അറിയുണ്ടാവില്ല. മാലാൻ കഴിച്ചിട്ടുണ്ടാവുമെങ്കിൽ അതിൻ്റെ ഒരു വലിയ രൂപത്തിലുള്ള മീനാണ്. നന്നായിട്ട് തിളയ്ക്ക് വന്നു തുടങ്ങി. ഇനി മീനിടാനുള്ള സമയമായി. ഇതാണ് കേട്ടോ തിരുത. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു മീനാണ്. ഞാൻ വളരെ കുറച്ച് മീനുകളെ കൂട്ടാറുള്ളൂ. അതിലെൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണ് ഈ മീൻ. ഇന്നലെ എൻ്റെ നാട്ടിൽ പോയ സമയത്ത് അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഫ്രഷ് മീനാണ് കേട്ടോ. ഇതൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുക. ഒന്ന് അതിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അടച്ചു വെച്ചിട്ടാണ് വേവിക്കുന്നത്. തീ സിമ്മറിലേക്ക് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം മീൻ വെന്ത് പൊടിഞ്ഞു പോകരുത്. ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നൊരു മീനാണ്. അധികം നേരം കുക്ക് ചെയ്യുകയും വേണ്ട.
ഓൾമോസ്റ്റ് മീൻ ഇതേ വെന്തിട്ടുണ്ട്. ഒരു 7 മിനിറ്റ്സൊക്കെ 7 to 8 മിനിറ്റ്സൊക്കെ അത്രയേ ആവശ്യമുള്ളൂ. അപ്പോഴത്തേക്കും തന്നെ മീൻ ഓൾമോസ്റ്റ് ആവും. ഇനി ഒരു കാരണവശാലും കയ്യിലിട്ട് ഇളക്കാൻ പാടില്ല. ഇതിങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. കയ്യിലിട്ട് ഇളക്കിയാൽ മീൻ പൊടിഞ്ഞു പോവും. ലാസ്റ്റ് നമ്മളിതേ 1-ാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണ്ട പാകത്തിന് ഗ്രേവി എത്രത്തോളം വേണം ആ പാകത്തിന് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. എനിക്കിങ്ങനെ കുറച്ചൊരു കുറുകിയ പോലെ രീതിയിലാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ലെവലിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. കുറച്ചുകൂടെ കറിവേപ്പില നമ്മൾ ഞെരടി ഇങ്ങനെ മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒന്നുകൂടെ ഞാൻ ചുറ്റിച്ച് കൊടുക്കുകയാണ്. ലാസ്റ്റ് തന്നെ മുകളിലായിട്ട് കുറച്ച് ഒരു 2 സ്പൂൺ മതിയാവും വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യമേ വെളിച്ചെണ്ണ ചേർത്തു എങ്കിൽ കൂടെ ഇങ്ങനെ ഒഴിക്കുമ്പോൾ വല്ലാത്തൊരു ഫ്ലേവർ, വെളിച്ചെണ്ണയുടെയും നായരും വേപ്പിലയുടെ ഒക്കെ കൂടെ ഒരു ഫ്ലേവർ വന്നിട്ട് നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും കറിക്ക്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ശേഷം വേഗം മൂടി വെക്കണം. അതിൻ്റെ ആ ഒരു മണം അങ്ങനെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കറി ആയിട്ടോ, ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചാൽ വെറും 10 മിനിറ്റിൽ കറി റെഡി. ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻറ്റിൽ എന്നോട് പറയാം നിങ്ങളുടെ അഭിപ്രായം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഇനി മറ്റു കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അതുവരയ്ക്കും ടാറ്റ.